ചാവേർ ആക്രമണത്തിൽ വിറങ്ങലിച്ച് പാകിസ്ഥാൻ. ഇസ്ലാമാബാദിലെ സ്ഫോടനത്തിൽ 69 മരണം, 107 പേർക്ക് പരിക്ക്. ആക്രമണമുണ്ടായത് ഷിയ പള്ളിക്ക് സമീപം വെള്ളിയാഴ്ച നമസ്കാരത്തിനിടെ. രക്തസാക്ഷി ഫണ്ട് വിവാദത്തിൽ മറുപടിയുമായി CPM ജില്ലാ നേതൃത്വം. കുഞ്ഞികൃഷ്ണന്റെ പുസ്തകത്തിലുള്ളത് മധുസൂദനോടുള്ള പക. പുസ്തക പ്രകാശന ചടങ്ങ് CPM വിരുദ്ധരുടെ സംഗമമായി. ഫണ്ട് തട്ടിയെന്ന ആരോപണം ഭാവനാ സൃഷ്ടിയെന്നും KK രാഗേഷ്. താൻ പാർട്ടി വിരുദ്ധനായത് എങ്ങനെയെന്ന് നേതൃത്വം പറയണമെന്ന് കുഞ്ഞികൃഷ്ണൻ. പാർട്ടിക്കുള്ളിലെ പോരാട്ടം ഫലം കണ്ടില്ലെന്നും വിശദീകരണം. യുവാക്കളെ വാഹനമിടിപ്പിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ നടൻ മണിയമ്പിള്ള രാജു അറസ്റ്റിൽ. അപകടം രാത്രി വഴുതക്കാട്. ഭയം കാരണമാണ് നിർത്താതിരുന്നതെന്ന് വിശദീകരണം. വൈദ്യപരിശോധനയ്ക്ക് ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. തിരുവല്ലയിൽ ഗുണ്ടാപ്പിരിവ് നൽകാത്തതിന് സ്പാ ജീവനക്കാരിയെ കൂട്ടബലാത്സംഗം ചെയ്തു. കാപ്പ കേസ് പ്രതി മരണസുബിനും 3 കൂട്ടാളികളും അറസ്റ്റിൽ. കിളിമാനൂരിൽ പാർക്കിംഗ് തർക്കത്തിന്റെ പേരിൽ യുവതിയുടെ കൈവെട്ടി അമ്മാവൻ. ഗുരുതരാവസ്ഥയിൽ യുവതി മെഡിക്കൽ കോളേജിൽ. CJ റോയുടെ മരണത്തിലെ ദുരൂഹത നീക്കാൻ SIT. ദുബായിലേക്കും കേരളത്തിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുന്നു. റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളും കേരളത്തിലെ പദ്ധതികളും പരിശോധിക്കുന്നു. റോയിയുടെ കോൾ റെക്കോർഡ് ശേഖരിച്ചു. 20 പേരുടെ മൊഴി രേഖപ്പെടുത്തി. ജോസഫ് വിഭാഗത്തെ ഇടതുമുന്നണിയിലേക്ക് സ്വാഗതം ചെയ്ത് ജോസ് കെ മാണി. UDF-ൽ നിൽക്കുമ്പോൾ സൂക്ഷിക്കണമെന്ന് മുന്നറിയിപ്പ്. തയ്യാറായി വന്നാൽ ജോസഫ് ഗ്രൂപ്പിന് സംരക്ഷണം ഒരുക്കുമെന്നും ജോസ് കെ മാണി. ജോസ് കെ മാണി നയിക്കുന്ന LDF മധ്യമേഖല വികസന മുന്നേറ്റ യാത്രയ്ക്ക് തുടക്കം. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ട് UDF. പ്രതിപക്ഷ നേതാവിന്റെ യാത്രയ്ക്ക് കാസർഗോഡ് കുമ്പളയിൽ തുടക്കം. കേരളത്തെ വീണ്ടെടുക്കണമെന്ന മുദ്രാവാക്യവുമായി 1 മാസം നീളുന്ന സംസ്ഥാന പര്യടനം. 2 ദിവസത്തെ സന്ദർശനത്തിനായി BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നവീൻ കേരളത്തിൽ. ഇടതു വലത് മുന്നണികൾക്ക് വിമർശനം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വീഴ്ചയിൽ തിരുത്തലുണ്ടാകുമെന്ന് ബിനോയ് വിശ്വം. പഠിക്കേണ്ട പാഠങ്ങൾ പഠിക്കുകയും തിരുത്തേണ്ടവയെ തിരുത്തുകയും ചെയ്യും. അതാണ് ഇടതുപക്ഷം. അങ്ങനെ ചെയ്യാൻ ഞങ്ങൾക്കേ പറ്റൂ. ന്യൂനപക്ഷങ്ങളുടെ വിശ്വാസം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടെടുക്കണമെന്നും CPI സംസ്ഥാന സെക്രട്ടറി ന്യൂസ് 18നോട്. നികുതി വെട്ടിപ്പിൽ നടൻ വിജയ്ക്ക് തിരിച്ചടി. ആദായ നികുതി വകുപ്പ് ചുമത്തിയ 1.5 കോടി രൂപയുടെ പിഴ മദ്രാസ് ഹൈക്കോടതി ശരിവെച്ചു. വിജയ് സമർപ്പിച്ച ഹർജി കോടതി തള്ളി. പിഴ ചുമത്തിയത് 2015-16 സാമ്പത്തിക വർഷത്തിൽ 15 കോടി രൂപയുടെ അധിക വരുമാനം വെളിപ്പെടുത്തിയില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന്.